ആൻഡ് വെൽക്കം ബാക്ക്. നമ്മളിന്ന് ശരണാഗത് എന്ന കഥയുടെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഓഡിയോ ബുക്ക് ചാനലിൽ അപ്ലോഡഡ് ആണ്. ഹിന്ദി വേർഷനും മലയാളം വേർഷനും അപ്ലോഡഡ് ആണ്. അതെല്ലാം കേട്ടതിന് ശേഷം വേണം ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റോറി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പം ആദ്യം ഓർക്കേണ്ട ചില പോയിൻറ്റ്സ്, ചില ടിപ്സ് ഇതൊക്കെയാണ്. ജയശങ്കർ പ്രസാദിൻ്റെ മറ്റ് 3 കഥകളുടെ പേര്, കഹാനി സംഗ്രഹ സ്റ്റോറി കളക്ഷൻ്റെ പേരും നിങ്ങൾ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. ഫസ്റ്റ് പാർട്ടിൽ എക്സാമിന് അത് ചോദിക്കാനിടയുണ്ട്. ആകാശ് ദീപ്, ആന്ധി, ഇന്ദ്രജാൽ, ഈ 3 പേരുകൾ ഓർത്തിരിക്കണം. കാശിയിലാണ് അദ്ദേഹം ജനിച്ചത്, ബനാറസ് കാശിയിൽ. പിന്നെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മാസ്റ്റർ പീസ്, പ്രസിദ്ധമായ മഹാകാവ്യം കാമൈനിയാണ്. കാമൈനി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് മഹാകാവ്യം. അപ്പോൾ കാമൈനി ഓർത്തിരിക്കണം. ഓക്കെ, പിന്നീട് ഓർക്കേണ്ടത് സുകുമാരി കോൻ थी. സുകുമാരി ആരായിരുന്നു? ചന്ദൻപൂർ गांव के जमींदार ठाकुर किशोर सिंह की पत्नी थी. സുകുമാരി और उनकी सखियाँ किस नदी में स्नान करने गई थी. അപ്പോൾ ആ നദിയും ഇമ്പോർട്ടൻ്റ് ആണ്, ആ പേര് ചോദിക്കാം. യമുന നദിയിലാണ് സുകുമാരി और उनकी सखियाँ स्नान करने गई थी. ശരണാഗത് കെ യൂറോപ്യൻ ദമ്പതി കെ നാം ക്യാ ക്യാ ഹേ. ശരണാഗത് കഥയിൽ ഒരു കപ്പിളുണ്ട്, യൂറോപ്യൻ കപ്പിൾ. അവരുടെ പേരെന്താണ്? വിൽഫ്രഡ് ഓർ എലിസ്. जमींदार के घर सब प्रकार की सुख सुविधा के बावजूद യൂറോപ്യൻ ദമ്പതി ആശങ്കിത് ക്യോं थे. അപ്പോൾ ഈ യൂറോപ്യൻ ദമ്പതി സുകുമാരിയെ രക്ഷപ്പെടുത്തും. ഗ്രാമീണർ അതിൻ്റെ സന്തോഷം കാരണം അവരെ കുറച്ച് ദിവസം അവരുടെ ആതിഥേയം സ്വീകരിച്ച് ചന്ദൻപൂർ ഗ്രാമത്തിൽ തന്നെ താമസിക്കാൻ റിക്വസ്റ്റ് ചെയ്യും. അങ്ങനെ അവിടെ കുറച്ച് ദിവസം കഴിയും. ആ സമയത്തും എല്ലാ സുഖസൗകര്യങ്ങളും ഠാക്കൂർ കിഷോർ സിംഗ് കൊടുത്തു ഈ വിദേശി കപ്പിളിന്, യൂറോപ്യൻ കപ്പിളിന്. പക്ഷേ എന്നിട്ടും അവർക്ക് എപ്പോഴും ഒരു ടെൻഷനായിരുന്നു. എന്താണ് ടെൻഷൻ? എപ്പോഴും എന്തെങ്കിലും സിപ്പാഹി ലഹള, എന്തെങ്കിലും സോൾജേഴ്സ് അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു, ഏതെങ്കിലും ഒരു ഗ്രാമത്തിനെ ആക്രമിക്കുന്നു. ഇതെല്ലാം ആ സമയത്തെ സിറ്റുവേഷൻസ് ആയിരുന്നു ഇന്ത്യയിലെ. അപ്പോൾ അത് കേട്ടിട്ട് ഇവർക്ക് എപ്പോഴും ടെൻഷനാവുമായിരുന്നു. ചന്ദൻപൂർ കെ ജമീന്ദാർ ഠാക്കൂർ കിഷോർ സിംഗ് के यहाँ आश्रय लिए हुए यूरोपियन दंपति सब प्रकार सुख से रहने पर भी सिपाहियों का अत्याचार सुनकर शंकित रहते थे. ओके, സുകുമാരി എലിസ് കെ കെഹനെ പർ ഭി കുർസി പർ ക്യോ നഹി ബൈഠത്തി. ഇപ്പം നമ്മളതിലൊരു സിറ്റുവേഷൻ കാണുന്നുണ്ട് ആ കഥയിൽ. എലിസ് ഇരിക്കുന്നു, വിൽഫ്രഡ് ഇരിക്കുന്നു, ഠാക്കൂർ കിഷോർ സിംഗ് ഇരിക്കുന്നു, സുകുമാരി മാത്രം ഇരിക്കുന്നില്ല. അവിടെ കസേര ഉണ്ട് പക്ഷേ ഇരിക്കുന്നില്ല. അപ്പം ചോദിച്ചപ്പം സുകുമാരി പറഞ്ഞ മറുപടി എന്താണ്? അവർക്ക് സ്ത്രീകൾക്ക് കസേരയിൽ ഇരിക്കാനുള്ള ശീലവും ഇല്ല, അത് മാത്രമല്ല പുരുഷന്മാരുടെ മുമ്പിൽ അവർ ഇരിക്കുകയില്ല. सुकुमारी को न ही कुर्सी पर बैठने का अभ्यास था और न ही वह पति के सामने कुर्सी पर बैठती. सिपाहियों ने किस गांव को लूट लिया था. ഏതൊരു ഗ്രാമത്തിനെ സോൾജേഴ്സ് വന്ന് എല്ലാം ലൂട്ട് ചെയ്ത് പോയത് നമ്മൾ കഥയിലുണ്ട്. അതേത് ഗ്രാമമാണ്? സുന്ദർപൂർ. അത് ഈ ചന്ദൻപൂർ ഗ്രാമത്തിൻ്റെ അടുത്ത് തന്നെ കിടക്കുന്ന ഗ്രാമമാണ് സുന്ദർപൂർ. സുകുമാരി അതിഥിയോं के साथ खाना खाने क्यों नहीं बैठती. പിന്നീട് എല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴും തറയിൽ കാർപ്പറ്റ് വിരിച്ചിട്ടാണ് ഇരിക്കുന്നത്. ആ സമയത്തും സുകുമാരി ഇരിക്കുന്നില്ല. അപ്പോൾ എലിസിന് പിന്നെയും അതിശയമാവും, എന്തുകൊണ്ട് ഈ സ്ത്രീ ഇരിക്കുന്നില്ല. അപ്പോൾ ചോദിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്? അന്നത്തെ ഇന്ത്യൻ കൾച്ചറും കോൺസെപ്റ്റും അനുസരിച്ച് ഭർത്താവ് കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഭാര്യ കഴിക്കുന്നത്. അത് മാത്രമല്ല ഗസ്റ്റുകൾക്ക് വിളമ്പുന്ന ജോലി വീട്ടിലെ സ്ത്രീയാണ് ചെയ്യുന്നത്. सुकुमारी एक आदर्श पत्नी थी और उस समय की भारतीय सामाजिक परंपराओं एवं मान्यताओं को मानती थी. इसलिए वो पति के भोजन करने के बाद ही स्वयं भोजन करती थी. और वैसे भी अतिथियों को भोजन परोसना वो अपना धर्म समझती थी. इसलिए सुकुमारी अतिथियों के साथ खाना खाने नहीं बैठती. ജമീന്ദാർ ഠാക്കൂർ കിഷോർ സിംഗ് കെ ബാരെ മേ ഗാവ് വാലോं का क्या विचार था. ആ സ്റ്റോറിയിൽ അങ്ങനെ എടുത്ത് പറയുന്നുണ്ട്. കിഷോർ സിംഗിനെ പറ്റി ഗ്രാമത്തിലുള്ളവർക്കെല്ലാം നല്ല അഭിപ്രായമായിരുന്നു. അദ്ദേഹം ഒരു ഠാക്കൂർ ആയിരുന്നു, ഒരു ജമീന്ദാറായിരുന്നു, ഒരു ഭൂ ഉടമയായിരുന്നു. അന്നത്തെ കഥകൾ, പണ്ടത്തെ ഹിന്ദി കഥകളൊക്കെ വായിച്ചാൽ ആ സമയത്ത് ജമീന്ദാർ, ഭൂ ഉടമകളൊക്കെ കർഷകരോടും പാവപ്പെട്ടവരോടും എല്ലാം വളരെ നികൃഷ്ടമായി പെരുമാറുന്ന ആൾക്കാരായിരുന്നു. പക്ഷേ ഈ ഒരു കഥയിൽ ഠാക്കൂർ കിഷോർ സിംഗ് വളരെ ദയാലുവും എല്ലാവരോടും വളരെ സ്നേഹമുള്ളൊരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. ഠാക്കൂർ കിഷോർ സിംഗ് സ്വാഭാവിക് ദയാലു थे और उनकी प्रजा उन्हें पिता के समान मानती थी. അദ്ദേഹത്തിൻ്റെ ആൾക്കാർ അദ്ദേഹത്തിനെ ഒരു അച്ഛൻ്റെ തുല്യമായിട്ടായിരുന്നു കാണുന്നത്. सुंदरपुर और चंदनपुर दोनों प्रदेशों में गांव वाले
ठाकुर किशोर सिंह का सम्मान करते थे. वह बहुत बड़े इलाकेदार होने के कारण छोटे से രാജാ समझे जाते थे. ഒരു ചെറിയ രാജാവിൻ്റെ പരിവേഷം വരെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ വേ ബഹുത് ബഡേ ഇലാക്കേദാർ थे. ഇലാക്ക എന്ന് വെച്ചാൽ ഏരിയ. അദ്ദേഹത്തിന് ഒരുപാട് ഏരിയ അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ടായിരുന്നു. അപ്പം ഗ്രാമീണരിനോട് അദ്ദേഹത്തിന് വളരെ സ്നേഹം ഉണ്ടായിരുന്നു. തിരിച്ച് ഗ്രാമീണർക്കും അദ്ദേഹത്തിന് ഒരു അച്ഛൻ്റെ ഒരു പരിവേഷമാണ് അവർ നൽകിയിരുന്നത്. ശരണാഗത് കഹാനിക്ക് മൂൽ ഉദ്ദേശ്യപ്പോൾ പ്രകാശ് ഡാലി. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്റ്റോറി എഴുതുന്നതിന് പിന്നിൽ അന്നത്തെ കാലത്തെ എഴുത്തുകാർക്ക് ഒരു പ്രത്യേക ഒരു ഉദ്ദേശം കാണും. അവർക്കൊരു ഈ മെസ്സേജ്, എന്ത് മെസ്സേജാണ് ജയശങ്കർ പ്രസാദ് തരാൻ ഉദ്ദേശിച്ചത്? ഇതെന്തെന്ന് വെച്ചാൽ അന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ഭാരത്വാസി ജനതകൾ ഈ വിദേശി ഭാഷ, വിദേശി കൾച്ചർ അതിനോടൊക്കെ കൂടുതൽ ഭ്രമം വന്ന് നമ്മുടെ ഇന്ത്യൻ കൾച്ചറും ഇന്ത്യൻ രീതികളും ഒക്കെ ഉപേക്ഷിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടുവന്നിരുന്നത്. അപ്പോൾ അതത്ര ശരിയല്ല. നമ്മുടെ കൾച്ചറിൽ ഒരുപാട് കാര്യങ്ങൾ നല്ലതുണ്ട്. അത് കാണിക്കാൻ, അത് ഹൈലൈറ്റ് ചെയ്യാൻ അന്നത്തെ എഴുത്തുകാർക്കൊരു പ്രവണത ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ജയശങ്കർ പ്രസാദിൻ്റെ പല കവിതകളും കഥകളും എല്ലാം ഇതിനെ ബേസ് ചെയ്താണ്. അപ്പോൾ അദ്ദേഹം ഒരു ട്രിക്കായിട്ട് ഇത് ഉപയോഗിച്ചതാണ്. ഒരു വിദേശ വനിത തന്നെ നമ്മുടെ കൾച്ചറിനെ പറ്റി ഇത്രയും പുകഴ്ത്തി പറയുമ്പം നമുക്ക് നാച്ചുറലി നമ്മുടെ കൾച്ചറിനോടൊരു അടുപ്പം തോന്നും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ട് എലിസ് തന്നെ നമ്മുടെ ഡ്രസ്സിങ്ങും നമ്മുടെ പൊട്ട് ഇടുന്ന രീതിയും നമ്മുടെ സ്ത്രീകളുടെ അടുക്കവും ഒതുക്കവും പല്ലക്കിൽ ഗുഡ് സവാർ, ഇപ്പോൾ കുതിരപ്പുറത്ത് ചാടിത്തുള്ളി പോകുന്ന വിദേശ വനിത പോലല്ല ഇന്ത്യൻ സൊസൈറ്റിയിലെ സ്ത്രീകൾ വളരെ നാണം കുണുങ്ങിയും ഭർത്താവിനെ അനുസരിച്ചും. അപ്പോൾ ഈ വക കാര്യങ്ങളെല്ലാം എലിസിനും ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ആ ശരണാഗത്തായിട്ട് നിന്ന സമയത്ത് അവരുടെ ശരണം പ്രാപിച്ച് അവരുടെ ഒരു റെഫ്യൂജിയായിട്ട് നിന്നിട്ട് തിരിച്ചു പോയപ്പം എലിസിന് വന്ന മാറ്റം അത് കേട്ടിട്ട്, അത് കണ്ടിട്ട് നമ്മുടെ ജനങ്ങൾക്ക് നമ്മുടെ കൾച്ചറിനോട് ഇഷ്ടം തോന്നണം. അതായിരുന്നു ഇതിൻ്റെ മെയിൻ ഉദ്ദേശ്യം. जयशंकर प्रसाद जी की कहानी शरणागत स्वतंत्रता पूर्व भारतीय समाज का चित्रण करते हुए भारत जैसे पुण्य भूमि की महिमा का गायन करती है. यूरोपियन दंपति विल्फ्रेड और एलिस चंदनपुर गांव के जमींदार ठाकुर किशोर सिंह के यहाँ शरण लेते हैं और कुछ दिनों में ही भारतीय संस्कृति से वे इतना अधिक प्रभावित होते हैं कि जाते वक्त एलिस विदेशी वस्त्र त्याग कर भारतीय लिबास पहनती है. लिबास मीन्स ड्रेस, वेशम. पान चबाती है, माथे पर बिंदी लगाती है और घोड़े पर सवार न होकर पालकी पर सवार होती है. प्रसाद जी का मूल उद्देश्य विदेशी नारी के द्वारा भारतीय संस्कृति को श्रेष्ठ दिखलाना था, ताकि इसका असर उस जमाने के भारतवासियों पर पड़े जो स्वयं अपनी भाषा एवं अपनी संस्कृति को हीन समझकर विदेशी संस्कृति को श्रेष्ठ समझते थे. यही नहीं, भारतवासियों की അതിഥി ബോധ് को भी ജയശങ്കർ പ്രസാദ് ദിഖാനാ ചാഹത്തെ थे. രണ്ടാമത്തെ ഉദ്ദേശം അദ്ദേഹത്തിൻ്റെ, നമ്മൾ വളരെ അതിഥി ദേവോ ഭവ എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. എന്ന് വെച്ചാൽ ഫോറിനേഴ്സ് ആണെങ്കിൽ കൂടി അവരുടെ രക്ഷയ്ക്കുള്ള എല്ലാ ഏർപ്പാടും ഠാക്കൂർ കിഷോർ സിംഗ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പം നമ്മുടെ അതിഥി ബോധ്, ഗസ്റ്റുകൾക്ക് ഒരു രീതിയിലുള്ള വിഷമവും വരാൻ പാടില്ല. जब तक विल्फ्रेड और एलिस ठाकुर किशोर सिंह के घर रहते हैं, किशोर सिंह उनकी रक्षा का पूरा भार अपने ऊपर लेते हैं. നമ്മൾ അതിലൊരു ഇൻസിഡൻറ്റ് കാണുന്നുണ്ട്. സോൾജേഴ്സ് അറ്റാക്ക് ചെയ്യാൻ വരുവാന്നും പറഞ്ഞൊരു സിറ്റുവേഷൻ ഉണ്ടാവും. ആക്ച്വലി അത് സുന്ദർപൂർ ഗ്രാമത്തിലെ ജനങ്ങളാണ് ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടി വന്നത്. പക്ഷേ സിപ്പാഹി ആണെന്നും വിചാരിച്ച് ഈ വിൽഫ്രെഡും തൻ്റെ തോക്കെടുത്ത് വെളിയിലോട്ട് ഇറങ്ങാൻ പോവും. പക്ഷേ ഠാക്കൂർ കിഷോർ സിംഗ് അവരോട് അകത്തിരിക്കാൻ തന്നെ പറയും. എന്നിട്ട് അയാൾ മാത്രമാണ് വെളിയിലോട്ട് വാളുമെടുത്ത് ഇറങ്ങുന്നത്. सिपाहियों द्वारा अपने ही भाइयों को लूटे जाने की खबर सुनकर വിദേശി വിൽഫ്രെഡ് അച്ചറജ് മേ പട് ജാത്തെ ഹെ. പിന്നെ അതിൽ വേറെ ഒരു ഇൻസിഡൻറ്റും ഉണ്ട്. ഈ സുന്ദർപൂർ ഗ്രാമത്തിലെ ആൾക്കാർ വന്നു പോയതിന് ശേഷം വിൽഫ്രെഡ് പറയും എന്തായിരുന്നു ഇഷ്യൂ എന്ന് പറയുമ്പോൾ അത് സിപ്പാഹികൾ അടുത്തുള്ളൊരു ഗ്രാമം ലൂട്ട് ചെയ്തു എന്ന് കിഷോർ സിംഗ് പറയും. അത് കേട്ടിട്ട് ഈ യൂറോപ്യൻ വിൽഫ്രെഡ് അതിശയിക്കും, സ്വന്തം സഹോദരങ്ങളെ അവർ ലൂട്ട് ചെയ്തു എന്ന്. അപ്പോൾ അങ്ങനത്തെ ഒരു കൾച്ചർ ഫോറിനേഴ്സിനില്ല. അപ്പോൾ അവരുടെ നല്ല കാര്യങ്ങളും നമ്മൾ കണ്ടുപഠിക്കണം. അവർ വിദേശികളെയാണ് ആക്രമിക്കുന്നത്, അവർ നമ്മളെയാണ് ആക്രമിക്കുന്നത്, അല്ലാതെ അവർ അവരുടെ ആൾക്കാരെ തന്നെ അല്ല ആക്രമിക്കുന്നത്. പക്ഷേ നമ്മുടെ സൈന്യം എന്താ ചെയ്യുന്നത്? നമ്മുടെ ഗ്രാമങ്ങൾ തന്നെ ലൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതും ഒരു നമ്മുടെ പോരായ്മയാണ്. അത് ചൂണ്ടിക്കാണിക്കുന്നതും പ്രസാദ്ജിയുടെ ഉദ്ദേശമായിരുന്നു.
उनके राज्य में स्वयं उनके देशवासी अपने ही भाइयों पर हमला नहीं करते। प्रसाद ये भी दिखाना चाहते थे कि भारतीयों द्वारा इस प्रकार अपने ही भाइयों को लूटना कितना नीच कर्म है। एक विदेशी यह देख चकित हो जाता है। प्रसाद जी चाहते थे कि यह सुनकर भारतीयों में राष्ट्रीयता एवं देश प्रेम की भावना जागे। ഇത് ഈ കഥ വായിച്ചിട്ട് നമ്മുടെ ഉള്ളിൽ രാഷ്ട്രീയത, നമ്മുടെ ഉള്ളിൽ നിന്ന് ഉദ്ദേശിക്കുന്ന അന്നത്തെ കാലത്ത് ഇന്ത്യൻസിൻ്റെ ഉള്ളിൽ രാഷ്ട്രീയത എവം ദേശ് പ്രേം കി ഭാവന ജാഗെ. ഇനി ഒരു എസ്സേ ടൈപ്പ് ചോദ്യം വരാനാണെങ്കിൽ ഇതിൻ്റെ ഒരു സമ്മറി ചോദിക്കാം. शरणागत कहानी चंदनपुर गांव की पृष्ठभूमि में घटित एक घटना पर आधारित है. देश काल और वातावरण स्वतंत्रता पूर्व भारत है, जब भारत में विदेशी राज चल रहा था. ഈ ഒരു സെൻറ്റൻസ് തീർച്ചയായിട്ടും ഉൾക്കൊള്ളിക്കണം. ദേശ് കാൽ ഓർ വാതാവരൺ, ആ സമയത്തെ സിറ്റുവേഷനാണ് ഈ കഥയിൽ പറയുന്നത്. കാരണം ഇന്ന് സ്ത്രീകൾ കസേരയിൽ ഇരിക്കുന്നു, ഇന്ന് സ്ത്രീകൾ പുരുഷന്മാരുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. അപ്പോൾ ഈ കഥയുടെ ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു കോൺസെപ്റ്റ് ഏത് കാലഘട്ടത്തിലാണെന്നുള്ളത് നമ്മൾ വ്യക്തമാക്കി പറയണം. चंदनपुर गांव की कुछ स्त्रियां सवेरे सवेरे यमुना नदी में स्नान के लिए पहुंचती है. प्रभातकालीन सूर्य की शोभा का मनोहर वर्णन कवि हृदय जयशंकर प्रसाद करते हैं. ജയശങ്കർ പ്രസാദ് ഈ കഥ എഴുതിയെങ്കിലും ബേസിക്കലി അദ്ദേഹം ഒരു പോയറ്റായിരുന്നു. അപ്പോൾ ഒരു പൊയറ്റിക് മൈൻഡായിരുന്നു അദ്ദേഹത്തിന്. ആ കഥയുടെ ഫസ്റ്റ് പാസേജിലെല്ലാം അദ്ദേഹം വളരെ കാവ്യാത്മകമായി ആ പ്രഭാതകാലീൻ സൗന്ദര്യം വർണ്ണിക്കുന്നുണ്ട്. അചാനക് तेजी से हवा चलती है, प्रकृति शुद्ध हो जाती है और दो स्त्रियां यमुना के जल में विलीन हो जाती हैं. പെട്ടെന്നാണ് കഥയിലൊരു ട്വിസ്റ്റ് വരുന്നത്. പെട്ടെന്നൊരു കാറ്റ് വരുന്നു, ആകാശം മുഴുവനും ഇരുണ്ട് വരുന്നു, പിന്നെ രണ്ട് സ്ത്രീകൾ വെള്ളത്തിലങ്ങ് ഒഴുകിപ്പോകുന്നു. एक स्त्री किसी न किसी तरह किनारे पहुंच जाती है, लेकिन दूसरी अति कोमल नारी കഹീ ദിഖായി നഹി ദേത്തി. രണ്ട് സ്ത്രീകളാണ് വെള്ളത്തിൽ പെട്ടുപോയത്. പക്ഷേ ഒരു സ്ത്രീ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് കരയിലേക്ക് വരും, ഒരു സ്ത്രീയെ കാണാനില്ല. सखियाँ यमुना के किनारे चिंतित होकर रोने बिलखने लगती है. वो स्त्री गांव की जमींदार ठाकुर किशोर सिंह की पत्नी थी और उसका नाम था സുന്ദരി. ഒഴുക്കിൽപ്പെട്ട സ്ത്രീ, കാണാൻ ഇല്ലാത്ത സ്ത്രീ ഏതായിരുന്നു? സുന്ദരി. അവൾ ആ ഗ്രാമത്തിലെ, ചന്ദൻപൂർ ഗ്രാമത്തിലെ ജമീന്ദാർ ഠാക്കൂർ കിഷോർ സിംഗിൻ്റെ ഭാര്യയായിരുന്നു. अचानक एक छोटी सी नाव दिखाई देने लगती है और तब पता चलता है कि नाव में एक यूरोपीय दंपति थे, विल्फ्रेड और एलिस. वे पास में ही नील की कोठी में रहते थे और सिपाही विद्रोह से शंकित होकर नाव लेकर निकल पड़े थे और तब उनकी नज़र डूबती हुई सुकुमारी पर पड़ी. അപ്പോൾ ആ സമയത്തെ സിറ്റുവേഷൻ കാണിക്കുന്നത് സിപ്പാഹി റിവോൾട്ട്, സോൾജേഴ്സിൻ്റെ ആക്രമണം ഏത് നിമിഷവും ഉണ്ടാവുമായിരുന്നു. അപ്പോൾ അടുത്ത് തന്നെയുള്ളൊരു നീൽ കി കോഠിയിലാണ് ഈ യൂറോപ്യൻ ദമ്പതിമാർ താമസിച്ചിരുന്നത്. അപ്പോൾ ഫോറിനേഴ്സ് താമസിക്കുന്ന വീടായത് കാരണം, ആക്രമിക്കാൻ ഇടയായത് കാരണം അവരതിൽ നിന്ന് ഒരു വള്ളവും എടുത്തങ്ങ് പ്രാണരക്ഷാർത്ഥം ഓടുന്ന സമയത്താണ് ഈ സുകുമാരി ഇങ്ങനെ മുങ്ങുന്ന കണ്ടതും സുകുമാരിയെ രക്ഷിക്കുന്നതും. വേസെ ബച്ചാ ലേത്തെ ഹൈ. സുകുമാരി की सहेलियाँ अपनी सखी को वापस पाकर काफ़ी खुश हुई और यह खबर पूरे चंदनपुर गांव में फैल गई. അപ്പോൾ ഈ ഒരു ന്യൂസ് തീ പോലെ ചന്ദൻപൂർ ഗ്രാമത്തിൽ മുഴുവനും പടരും. എന്താണ്? ഒരു യൂറോപ്യ ഭാര്യയും ഭർത്താവും, ഒരു സായിപ്പും മാതാമയും നമ്മുടെ സുകുമാരിയെ രക്ഷിച്ചു. गांव की जमींदार ठाकुर किशोर सिंह की पत्नी थी सुकुमारी और उसकी जान बचाने की खुशी में യൂറോപ്യൻ ദമ്പതി കോ വേ അപ്നെ യഹാ ശരൺ ദേത്തെ ഹെ. അപ്പോൾ ആദ്യം വിൽഫ്രഡും എലിസും പറയില്ല ഞങ്ങളങ്ങ് പോവുകയാണെന്ന്. പക്ഷേ ഇവർ സ്നേഹം കൊണ്ട് അവരെ കമ്പൽ ചെയ്യും. കുറച്ച് ദിവസം ഇവിടെ നിന്നിട്ട് സ്ഥിതിഗതികളൊക്കെ ഒന്ന് ശാന്തമായിട്ട് ഇവിടുന്ന് നിങ്ങൾ യാത്ര ചെയ്താൽ മതി. അവരത് അക്സെപ്റ്റ് ചെയ്യും. चंदनपुर गांव के जमींदार ठाकुर किशोर सिंह स्वाभाविक दयालु थे. बहुत बड़े इलाकेदार होने के कारण लोग उन्हें छोटे से राजा समझते थे. പിന്നീട് പറയുന്നത് ചന്ദൻപൂർ ഗ്രാമത്തിലെ ആ ജമീന്ദാർ ഠാക്കൂർ കിഷോർ സിംഗ് വളരെ ദയാലുവായിരുന്നു. എല്ലാവരും അദ്ദേഹത്തിനെ ഒരു രാജാവിനെ പോലെയായിരുന്നു, ഒരു ചെറിയ നാട്ടുരാജാവിനെ പോലെയായിരുന്നു അദ്ദേഹത്തിനെ കണ്ടിരുന്നത്. ഉൻകാ പ്രേം ഭി സബ് പർ ബരാബർ ഥാ. അദ്ദേഹവും എല്ലാ ഗ്രാമവാസികളെ ഒരേപോലെ സ്നേഹിച്ചിരുന്നു. ഓർ വേ ജിത്നി അപ്നി പ്രജാ കാ ഖയാൽ രഖ്തേ ഥേ ഉത്നി ഹി യൂറോപ്യൻ ദമ്പതി കാ. അതുപോലെ അവരുടെ വീട്ടിൽ ശരണം തേടി വന്നിരിക്കുന്ന, റെഫ്യൂജിയായിട്ട് വന്നിരിക്കുന്ന യൂറോപ്യൻ ദമ്പതി, അത് ഫോറിനേഴ്സ് ആണെങ്കിൽ കൂടി കിഷോർ സിംഗ് സകല രക്ഷയും അവർക്ക് ഏർപ്പാടാക്കിയിരുന്നു. सिपाहियों द्वारा लूट मार की खबरें यत्र तत्र आती रहती थी
और काफ़ी कोमल दिल वाली एलिस काफ़ी परेशान हो जाती थी। एलिस सुकुमारी की जीवन शैली देखकर काफ़ी चकित थी। विदेशी परंपराओं एवं जीवन शैली से परिचित एलिस को സുകുമാരി की कई बातें असमंजस में डाल देती है. എലിസ് അവിടെ കുറച്ച് ദിവസം താമസിക്കുമ്പോഴാണ് ഇന്ത്യൻ കൾച്ചറിൻ്റെ ഇത്രയധികം കാര്യങ്ങൾ എലിസിന് മനസ്സിലാവുന്നത്. അപ്പം നമ്മൾ ഇന്ന് ഓറിയൻ്റലിസത്തിൽ എഡ്വേർഡ് സെയ്ദൊക്കെ പറയുന്നത് നമ്മുടെ ഇന്ത്യൻ കൾച്ചറിനെ പറ്റിയുള്ള നെഗറ്റീവ് കാര്യങ്ങൾ മാത്രമാണ് വിദേശികൾ തൻ്റെ ലിറ്ററേച്ചറിൽ പ്രചരിപ്പിച്ചിരുന്നത്. ഇവിടെ ലാൻഡ് ഓഫ് സ്നേക്സ് ആണ്, തുറസായ സ്ഥലത്ത് അപ്പിയിടും, ഇന്ത്യൻസ് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അന്ധവിശ്വാസികളാണ്, കാസ്റ്റ് സിസ്റ്റം ഉണ്ട്, അതൊക്കെ. പക്ഷെ നല്ല കാര്യങ്ങളൊന്നും അവർ കാണിച്ചില്ല എന്നുള്ളത്. അപ്പോൾ ഇവിടെ പ്രസാദിൻ്റെ ഉദ്ദേശം ഒരു വിദേശ വനിത നമ്മുടെ കൂടെ താമസിക്കുമ്പോഴാണ് നമ്മുടെ നല്ല കാര്യങ്ങൾ അവർ കണ്ടതും അവരത് അംഗീകരിച്ചതും. അപ്പോൾ എന്തൊക്കെയാണ്? सुकुमारी की जीवन शैली देखकर वो चकित होती है. विदेशी परंपराओं एवं जीवन शैली से परिचित एलिस को सुकुमारी की कई बातें असमंजस में डाल देती है. जैसे उदाहरणार्थ औरतों का कुर्सी पर ना बैठना, वो भी खासकर पुरुषों की मौजूदगी में. അപ്പോൾ ആദ്യം എലിസിന് അത് വളരെ അതിശയമായിട്ട് തോന്നി. കസേര ഉണ്ടായിട്ടുകൂടി ഇവിടുത്തെ സ്ത്രീകൾ ഇരിക്കുന്നില്ല. ചോദിച്ചപ്പോൾ എന്താണ് മറുപടി കിട്ടിയത്? കസേരയിൽ ഇരിക്കുന്ന ശീലവും ഇല്ല, മാത്രമല്ല പുരുഷന്മാരുടെ മുമ്പിൽ സ്ത്രീകൾ കസേരയിൽ ഇരിക്കത്തുമില്ല. एलिस को भारतीय स्त्रियों पर दया आती है कि बेचारियों को कुर्सी पर बैठने का मज़ा ही नहीं पता. അപ്പോൾ എലിസിന് സത്യം പറഞ്ഞ ആ സമയത്ത് ഭാരതീയ സ്ത്രീകളോടൊരു ദയ തോന്നും. കഷ്ടം, പാവ, ഇവർക്ക് കസേരയിൽ ഇരിക്കുന്ന സുഖം എന്താണെന്ന് പോലും അറിയില്ല. सबसे ज़्यादा आश्चर्य एलिस को तब होता है जब वो देखती है कि खाना खाने के वक्त भी भारतीय स्त्रियां पुरुषों के साथ नहीं बैठती. അപ്പോൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴാണ് എലിസിന് ഏറ്റവും അതിശയം തോന്നിയത്. കസേര ഇല്ല അവിടെ, തറയിലാണ് എല്ലാവരും കാർപ്പറ്റ് വിരിച്ചിരിക്കുകയാണ്, ജോലിക്കാരുണ്ട് ഭക്ഷണം വിളമ്പാൻ, എന്നിട്ട് കൂടി സുന്ദരി അവരുടെ കൂടെ ഇരിക്കുന്നില്ല. पुरुषों के भोजन कर चुकने के पश्चात ही स्वयं वे भोजन करने बैठती हैं. एलिस धीरे धीरे भारतीय परंपराओं के प्रति आकर्षित होती नजर आती है. അങ്ങനെ ഇതെല്ലാം കണ്ടിട്ട് എലിസ് വാസ്തവത്തിൽ ഇതെല്ലാം സുകുമാരി ചെയ്യുന്നത് വളരെ നാണം കുണുങ്ങിയും വളരെ സന്തോഷത്തോടെ ചെയ്യുന്നതായിട്ടാണ് എലിസ് കാണുന്നത്. അണ്ടർസ്റ്റുഡ്? കസേരയിൽ ഇരിക്കാതിരിക്കുന്നതിൽ സുകുമാരിക്ക് ഒരു പരിഭവവും ഇല്ല, ഒരു വിഷമവും ഇല്ല. പിന്നെ ഭർത്താവ് കഴിച്ചു കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുന്നതാണ് സുകുമാരിക്ക് വളരെ സന്തോഷമുള്ള കാര്യം. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ദാമ്പത്യ ജീവിതത്തിൽ ഇന്ത്യൻ കൾച്ചറിൽ ഇങ്ങനെയൊക്കെയാണ്, അപ്പോൾ അത് നല്ലതിനാണോ എന്നുള്ളൊരു കോൺഫ്ലിക്റ്റ് വിദേശ വനിതയായ യൂറോപ്യൻ എലിസിൻ്റെ മനസ്സിൽ ഉണ്ടാവും. എന്നിട്ട് തന്ത്രശാലിയായ എഴുത്തുകാരൻ അതെങ്ങനെ പ്രൂവ് ചെയ്യുന്നു? ആ ഒരു എഫക്റ്റ് ഉണ്ടായെന്നുള്ളത് എലിസ് തിരിച്ച് അപ്നി നീൽ കി കോഠി മേ ജബ് ജാത്തി ഹൈ तो वो पूरी तरह भारतीय लिबास में नज़र आती. തൻ്റെ ഗൗണെല്ലാം മാറ്റി ലെഹങ്കയൊക്കെ ഇട്ട്, പിന്നെന്താണ്, वो क्या पहनती है, फिर वो माथे पर बिंदी लगाती है, പൊട്ടൊക്കെ ഇട്ട് ഫുൾ ഇന്ത്യൻ കൾച്ചറിൽ അങ്ങ് മാറി. എന്ന് വെച്ചാൽ ഇന്ത്യൻ കൾച്ചറിലും നല്ലത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയതുണ്ട് എന്ന് എഴുത്തുകാരൻ കാണിക്കുകയാണ്. और वो घोड़े के बदले पालकी पर जाना पसंद करती है. കുതിരയൊക്കെ വിട്ട് എനിക്ക് കുതിരയൊന്നും വേണ്ട. അപ്പം ആക്ച്വലി ഒരു കുതിരപ്പുറത്ത് സവാരി ചെയ്യുന്നത് സ്ത്രീകളെ എത്രമാത്രം ലിബറേറ്റ് ചെയ്യുന്നു എന്നുള്ളത്, അതിനേക്കാളും ലിബറേഷനാണ് ഒരു പാൽക്കിയിൽ നാണം കുണുങ്ങി കർട്ടനൊക്കെ ഇട്ട് മറിച്ച് പോകുന്നത് എന്ന് എലിസ് സമ്മതിക്കുകയാണ്. അതിലൂടെ വായനക്കാർക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെയൊക്കെയാണ് സ്ത്രീകളാവുന്നതാണ് നല്ലത്. അപ്പോൾ ഇതൊക്കെയാണ് ജയശങ്കർ പ്രസാദിൻ്റെ ഒരു ലക്ഷ്യം. प्रसाद स्वतंत्रता पूर्व भारत के लेखक थे और उस समय की सामाजिक राजनीतिक परिस्थितियां ऐसी थी, जनता को भारतीय संस्कृति की ओर आकर्षित करना लेखकों का धर्म बन गया था. अतः उन्होंने यूरोपियन नारी एलिस को हमारी संस्कृति से प्रभावित होते दिखाया, जिसे देखकर हम स्वयं अपनी संस्कृति को श्रेष्ठ समझें. നമ്മൾ നമ്മുടെ കൾച്ചറിനെ ശ്രേഷ്ഠമായിട്ട് കാണണമെങ്കിൽ ആദ്യം നമുക്ക് അതിനോടൊരു മതിപ്പുണ്ടാവണം. അപ്പം നമ്മൾ തന്നെ അതിനെ ശ്രേഷ്ഠമാണെന്ന് പറയുന്നതിനേക്കാളും ഒരു യൂറോപ്യൻ വനിത അത് അനുകരിച്ചിട്ട് മഹാനാണെന്ന് പറയുമ്പം കാണുന്ന നമുക്കും അതിനോടൊരു അട്രാക്ഷൻ തോന്നും. അപ്പോൾ ഇതായിരുന്നു ജയശങ്കർ പ്രസാദിൻ്റെ ശരണാഗത് എന്ന സ്റ്റോറി. ഇന്നത്തെ കണ്ടംപററി വേൾഡിൽ ഇത് ടോട്ടലി ഔട്ട് ഓഫ് ഡേറ്റ് സ്റ്റോറിയാണ്. പക്ഷേ ജയശങ്കർ പ്രസാദ് ഒരു ഫേമസ് പോയറ്റും റൈറ്ററുമാണ്. അപ്പോൾ സ്റ്റോറി ഹിന്ദി കഹാനിയുടെ ഒരു വികാസ്, അതിൻ്റെ ഒരു പ്രോഗ്രസ്, ഏതൊക്കെ ടൈപ്പ് സ്റ്റോറീസ് പണ്ടത്തെ കാലത്ത് ഉണ്ടായിരുന്നു, അതിൻ്റെയൊക്കെ എല്ലാം ഒരു ഹൈലൈറ്റ് കിട്ടാൻ വേണ്ടിയാണ് ഈ സ്റ്റോറീസിനെ ഇപ്പോഴും നമ്മുടെ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ,
So until we meet next time with another video, it's bye from here.